ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മളെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജേർണലിംഗ് സപ്ലൈസിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മിനി പാറ്റേൺസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ കുറച്ച് ഐറ്റംസേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് A4 പേപ്പേഴ്സും പിന്നെ സ്കെച്ചും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കളർ പെൻസും ആണ്. പെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഒരു ബ്ലാക്ക് കളർ പെന്നുണ്ടോ അത് മാത്രം മതി, കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു A4 പേപ്പർ എടുക്കുക, 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ A4 പേപ്പർ ഇല്ല എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പഴയ നോട്ട്സൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക, പുതിയ നോട്ട്സ് ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ പഴയ നോട്ട്സിൽ നിന്ന് നമ്മളെ ലൈൻസ് ഇല്ലാത്ത പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാറ്റേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുക്കുക. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. പിങ്ക്, പേർപ്പിൾ, അതുപോലെ തന്നെ വയലറ്റ്. ഈ 3 കളേഴ്സിലും കുറേ സ്മോളും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള കുറേ ഡോട്ട്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് പാറ്റേൺ റെഡിയാണ്. അപ്പോൾ നെക്സ്റ്റ് പാറ്റേണിനായിട്ട് ബ്ലൂയുടെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളിപ്പം തീമിലൊക്കെ ഓരോ ജേർണലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് ഒരു ലീഫ് അല്ലെങ്കിൽ നാച്ചുറൽ തീമിലുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നമുക്കിപ്പം നാച്ചുറൽ തീമിലോ അല്ലെങ്കിൽ ഗ്രീൻ തീമിലോ ഒക്കെ നമ്മളിപ്പം ജേർണലിങ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ യൂസ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറേ ലീഫും സ്മോൾ ആയിട്ടുള്ള ലീഫും വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ കളർ പെന്ന് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വെച്ച് ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ലൈറ്റ് ബ്രൗൺ കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പല ഷേപ്സും വരച്ചൊന്ന് കളർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒരു ബ്രൗൺ കളർ പെൻ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പല ഷേപ്സ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ജേർണലിങ് ചെയ്യുമ്പം വിൻറ്റേജ് തീമൊക്കെ ആണെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്സ്റ്റും ഒരു വിൻറ്റേജ് തീമിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇതേപോലെ ബ്രൗണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും അതുപോലെ തന്നെ ബ്രൗൺ കളർ പെന്നും ചൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് സ്ട്രൈപ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ചെക്ക് പാറ്റേൺ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഒരു സീ ബ്ലൂ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡൊക്കെ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാറ്റേൺ ആണ്, സ്ട്രോബെറി പാറ്റേൺ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിക്ക് സ്കെച്ച് അല്ലെങ്കിൽ മാർക്കർ യൂസ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് കളർ മാർക്കറും സ്കെച്ചും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പെന്നാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കുഞ്ഞു സ്ട്രോബെറീസ് എല്ലാം ചെയ്തെടുക്കുന്നത്, അപ്പോൾ ഒരുപാട് സമയം വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ പെൻ എടുക്കുക, ഇതിൻ്റെ ഓരോ ലീഫും വരച്ചു കൊടുക്കുക. ഒരു ബ്ലാക്ക് കളർ പെൻ എടുത്തിട്ട് നമ്മൾ ഫൈനലായിട്ട് ഇതിൻ്റെ ഡോട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോബെറി പാറ്റേൺ ഇവിടെ റെഡിയാണ്. ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഈ പൈപ്പ് ക്ലീനർ സ്റ്റിക്ക് യൂസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലില്ലാത്ത ഒരു 5 പാറ്റേൺ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാ പാറ്റേൺസും വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പാറ്റേൺ പേപ്പേഴ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മൾ സ്ട്രോബെറി പാറ്റേൺ അതുപോലെ തന്നെ ലീഫിൽ ചെയ്തെടുത്ത ആ പാറ്റേണുമാണ്. അപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.